സോണിയാഗാന്ധി ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നിലപാടില്ല എന്നുള്ള രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ്. ഇന്ത്യക്ക് പൈതൃകമായി ഉണ്ടായിരുന്ന, പുരാതനമായി തന്നെ ഉണ്ടായിരുന്ന ഒരു നിലപാടുണ്ട് എല്ലാ കാര്യത്തിനകത്തും, അന്താരാഷ്ട്ര വിഷയങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല, ഒരു നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണ്? വിവരക്കേടാണ് സോണിയാഗാന്ധിക്ക്. കാരണം രാഹുൽ ഗാന്ധിയെ പ്രസവിച്ചത് അവരാണല്ലോ. അപ്പോൾ പിന്നെ മറ്റേ രാഹുൽ ഗാന്ധിയുടെ അസംബന്ധം അവരിൽ നിന്ന് തന്നെ വന്നതായിരിക്കുമല്ലോ. ഈ പപ്പുമോൻ എന്ന് പറഞ്ഞ ആളുകൾ പുച്ഛിക്കുന്നതൊക്കെ ഈ നിരന്തരം മണ്ടത്തരം പറയുന്നതുകൊണ്ടാണല്ലോ. അതുപോലെ ഈ പൈതൃകം എന്താണെന്നോ, നെഹ്റു കുടുംബത്തിൻ്റെ പൈതൃകം എന്താണെന്നോ, നെഹ്റുവിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ 1947 ഒക്കെ എന്താണെന്നോ, പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നെഹ്റു എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തതെന്നോ എന്നും ഒരു വിവരവും ഈ അമ്മയ്ക്കില്ല. ഇവർ ലേഖനം ഹിന്ദുവിൽ ഇന്നലെ വന്നത് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ് ഫോർ ഇന്ത്യാസ് വോയിസ് ടു ബി ഹേർഡ് എന്നാണ് ലേഖനത്തിൻ്റെ ശീർഷകം. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പറയാൻ ഇനിയും വൈകിട്ടില്ല, അതാണ് ശീർഷകം. ഇനിയും ഇന്ത്യ ഇതിൽ നിലപാടെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറാൻ അനുകൂലമായ നിലപാടെടുക്കണം, ഇതാണ് ലേഖനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ബീഹാറിൽ 17% മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ്, ബീഹാറിലെ ആ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഇതാണ് ഇതിൻ്റെ മലയാളം. അതായത് അതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, ഈ വാല് പൊക്കുമ്പോൾ തന്നെ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മൗനം പാലിക്കുകയാണ് ഈ യുദ്ധത്തിൽ. ഇന്ത്യ ഇതിൻ്റെ അകത്ത് ഡിപ്ലോമസിയിലൊരു ഭാഗത്ത് നിൽക്കാതിരിക്കുന്നതും ഒരു നിലപാടല്ലേ. നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വരുമ്പോൾ നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യാറുണ്ട്. അതിനെല്ലാ രാജ്യത്തിനും അവകാശമില്ലേ. നമ്മൾ രണ്ട് നിലപാടും ഭാഗത്ത് നിൽക്കാതെ നമ്മൾ പ്രമേയത്തിന് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നു ഇല്ലേ. ഐക്യരാഷ്ട്രസഭയിൽ എത്രയോ തവണ അങ്ങനെ ചെയ്യാറില്ലേ, മറ്റു രാജ്യങ്ങളും ചെയ്യാറില്ലേ. നമുക്കെന്താന്ന് വെച്ചാൽ ഇതിൽ ഇസ്രയേലിനെ നമുക്ക് വേണം, ഇറാനെയും വേണം ഇല്ലേ. രണ്ടും പേരും സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ നിലപാട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനും സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇന്ത്യക്ക്. ഇന്ത്യക്ക് എന്താ നോക്കണ്ട, ഇന്ത്യയുടെ താല്പര്യമാണ്. ആഗോള സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യം നമ്മൾ നോക്കണം. യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ആഗോള രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ റഷ്യക്കെതിരെ നമ്മൾ ആ സമയത്ത് എന്താ ചെയ്തിരുന്നതല്ലേ. നമ്മളതിന് പ്രത്യേകിച്ച് നിലപാടൊന്നും പറഞ്ഞില്ല. യുക്രൈനും എതിരല്ല, സെലൻസ്കിയും കെട്ടിപ്പിടിച്ചു, മോദി പുടിനെയും കെട്ടിപ്പിടിച്ചു ഇല്ലേ. യുദ്ധത്തിൻ്റെ കാലമല്ല എന്നാണ് നമ്മുടെ നിലപാട്. അങ്ങനെയല്ലേ. ദിസ് ഈസ് നോട്ട് എൻ ഈറ ഓഫ് വാർ എന്ന് മോദി എല്ലാവരോടും പറഞ്ഞു, പുടിനോടും പറഞ്ഞു ഇല്ലേ. അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ പൈതൃക നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേത് അഹിംസയാണെന്നല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ അല്ലേ നിൽക്കുള്ളൂ. നമ്മൾ യുദ്ധം ശരിയല്ല എന്ന് പറയും. പിന്നെ അവരെ ആക്രമിച്ച് തീർക്കട്ടെ, അവരുടെ പ്രശ്നം. യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളല്ല എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു അല്ലേ. അത് യൂറോപ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മതി. ഞങ്ങളെ ഒന്നും യൂറോപ്പിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങളോട് ചോദിക്കാൻ വേണ്ട അല്ലേ. അതല്ലേ എൻ്റെ അർത്ഥം. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. മറ്റേ കാര്യത്തിൽ റഷ്യയിൽ നിന്ന് നമുക്ക് വില കുറച്ച് എണ്ണ കിട്ടിയില്ലേ യുക്രൈൻ യുദ്ധകാലത്ത്. അത് നമ്മളതിൽ ആരുടെ കൂടെ നിൽക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കാരണം നെഹ്റു കുടുംബം തുടർച്ചയായിട്ട് റഷ്യയുടെ, സോവിയറ്റ് യൂണിയൻ്റെ കൂടെയാണ് നിന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകളായിരുന്നല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കൂടെ അല്ലെങ്കിൽ റഷ്യയുടെ കൂടെ നമ്മൾ നിന്നാൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കുടുംബവും കുറെ കോഴ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ യുക്രൈൻ്റെയും കൂടെയാണ് നമ്മൾ ആ കാര്യത്തിൽ. കാരണം ഇരയല്ലേ യുക്രൈൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഇന്ത്യക്ക് ശബ്ദമില്ലാതായി നമ്മൾ ഇന്ത്യയുടെ മൂല്യങ്ങൾ അടിയറ വച്ചു. ഒരു ലേഖനത്തിൽ പറയുക, ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ പറയാം. ദ്വിരാഷ്ട്ര സിദ്ധാന്തം നമ്മൾ കുഴിച്ചു മൂടി അവർ പറയുക. അതായത് ഇസ്രയേലിൻ്റെ കൂടെ അപ്പുറത്ത് പാലസ്തീൻ എന്നൊരു രാജ്യം കൂടി വേണം എന്നാണല്ലോ. നമ്മളിപ്പോൾ പറയുന്നത് ഇസ്രയേൽ മാത്രം മതി, നമ്മൾ പലസ്തീൻ്റെ കൂടെ അല്ല, അതാണ് അവർ അമ്മ പറയുന്നത്. നമ്മൾ ഇറാൻ്റെയും കൂടെ അല്ല, അതാണ് അവർ പറയുന്നത്. ട്രംപ് ഒരു നാശകരമായ പാതയിൽ കൂടിയാണ് നീങ്ങുന്നത്. സോണിയാഗാന്ധി പറയുക ഡിസ്ട്രക്റ്റീവ് പാത്ത്. നമ്മുടെ ധാർമ്മിക നയതന്ത്ര പൈതൃകത്തിന് വിരുദ്ധമാണ് ഈ നിലപാടുകൾ.
ഇനിയും വൈകിട്ടില്ല, കൃത്യതയോടുകൂടി നമ്മൾ സംസാരിക്കണം. ഇതാണ് സോണിയാഗാന്ധി മോദിക്ക് കൊടുക്കുന്ന ഉപദേശം. ബെസ്റ്റ് പാർട്ടിയാണല്ലോ മോദിയെ ഉപദേശിക്കാൻ. അപ്പോൾ ഏകപക്ഷീയമായ ഒരു സൈനിക നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഗാസയിൽ വലിയ മനുഷ്യവിനാശകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഇറാൻ അണുബോംബിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നത് വസ്തുതയല്ല. സോണിയാഗാന്ധി പറയുക. അതെങ്ങനെ സോണിയാഗാന്ധിക്ക് അറിയുന്നത്? അവരുടെ കയ്യിൽ 83.7% സമ്പുഷ്ടീകരണം നടന്നിട്ടുണ്ടെന്ന് രാജ്യാന്തര ഏജൻസി പറയുന്നു. രാജ്യാന്തര ആണവ ഏജൻസിയേക്കാൾ കൂടുതൽ വിവരം സോണിയാഗാന്ധിക്കുണ്ടോ? അവരോട് ആര് പറഞ്ഞു? ഖമനേയി പറഞ്ഞു അവരോട്. ജോർജ് സോറോസ് പറഞ്ഞിട്ടുണ്ടാവും. ഖമനി പറഞ്ഞിരിക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം ജോർജ് സോറോസിൻ്റെ മകൻ അലക്സാണ്ടറുടെ കല്യാണത്തിന് പോയിരുന്നില്ലേ ഒരു പാകിസ്ഥാൻകാരിയെ കല്യാണം കഴിച്ചപ്പോൾ? അപ്പോൾ അങ്ങനെ വിവരങ്ങൾ കിട്ടിക്കാണും. കശ്മീരിൽ ഇനി ഞാൻ എൻ്റെ കശ്മീർ കാര്യങ്ങളിൽ ഇറാൻ നമ്മളെ പലപ്പോഴും പിന്തുണച്ചിരുന്നു എന്ന് സോണിയാഗാന്ധി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അസംബന്ധമാണ്. ഇപ്പോൾ കശ്മീരിൽ കശ്മീർ തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആരൊക്കെയാണ്? പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ, പിന്നെ ഇറാൻ. ഈ 2 മാസം മുമ്പ് പാകിസ്ഥാനിൻ്റെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ എർദോഗൻ വന്ന് പ്രസംഗിച്ചപ്പോൾ കശ്മീരിൻ്റെ കാര്യത്തിൽ രാജ്യാന്തര തീരുമാനം ഉണ്ടാവണം, അവിടെ ഹിതപരിശോധന നടത്തണം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു പോയത്. മറ്റേ ഖമനേയി ആർട്ടിക്കിൾ 370 നമ്മൾ റിവോക്ക് ചെയ്തില്ലേ, പിൻവലിച്ചില്ലേ? അന്നും അത് കഴിഞ്ഞും ഖമനേയി പറഞ്ഞു കശ്മീരിൽ ഇതേ വർത്താനം പറഞ്ഞു. തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും വർത്താനം. രാജ്യാന്തര ഇടപെടലാണ് കശ്മീരിൽ വേണ്ടത്. തീവ്രവാദികളുടെ കൂടെയും ഭീകരവാദികളുടെ കൂടെയാണ് ഖമനേയി നിന്നത്. അതെന്താ സോണിയാഗാന്ധി മറന്നുപോയത്? അത് കണ്ടില്ലേ? അപ്പോൾ കശ്മീർ കാര്യത്തിൽ ഇറാൻ്റെ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നു. അതാണല്ലോ. അപ്പോൾ ഇറാൻ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വിഷയമാണ് കശ്മീർ. കശ്മീരിൻ്റെ കാര്യത്തിൽ ഇറാൻ നമ്മുടെ കൂടെ അല്ലല്ലോ, പാകിസ്ഥാൻ്റെ കൂടെയാണല്ലോ. ഖമനേയി പലതവണ പറഞ്ഞിട്ടുണ്ട്, കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഇറാൻ ഇമ്പീരിയൽ സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ വേറെ നിലപാടായിരുന്നു, ഇപ്പോൾ വേറെയാണെന്ന് സോണിയാഗാന്ധി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഷാ അവിടെ ഭരിച്ചിരുന്ന കാലത്ത് 1965-ലും 1971-ലും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇറാൻ പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. പിന്നെ ഇറാൻ എപ്പോഴും നമ്മുടെ കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു ആ യുദ്ധങ്ങളിൽ. അപ്പോൾ ഇനി എനിക്ക് ഇവരെ ഓർമ്മിപ്പിക്കാനുള്ളത് 1947 ജൂൺ 13 ആൽബർട്ട് ഐൻസ്റ്റൈൻ നെഹ്റുവിനൊരു കത്തെഴുതി. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണല്ലോ ലോകത്തെ അക്കാലത്തിലെ ഏറ്റവും വലിയ ജൂതൻ. ലോകത്തെല്ലാവരും ആദരിക്കുന്ന ജൂതനാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ നെഹ്റുവിന് കത്തെഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതുന്നത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ, അത് അയിത്തമുണ്ടാകരുത്, അൺടച്ചബിലിറ്റി അതുണ്ടാകരുത് എന്നുള്ള കാര്യം അംഗീകരിച്ചിരുന്നു. അപ്പോൾ അത് നെഹ്റുവിന് കത്തെഴുതുമ്പോൾ ഓർമ്മിച്ചു. ഐൻസ്റ്റൈൻ അതും ഓർമ്മിച്ചിട്ടാണ്. കത്ത് അവൈലബിളാണ്, കത്ത് ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഹിന്ദുമതത്തിലെ അയിത്തജാതിക്കാരെ അകറ്റി നിർത്തരുത് എന്ന് തീരുമാനിച്ചത് വളരെ നന്നായി. ഇതുപോലെയാണ് ആഗോളതലത്തിൽ ജൂതന്മാരുടെ അവസ്ഥ. നിങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആ അയിത്തജാതിക്കാർക്ക് വേണ്ടി വാദിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും വാദിക്കണം. ജൂതന്മാർക്ക് ജീവിക്കാൻ ഒരു സ്ഥലമില്ല ലോകത്ത്, രാജ്യമില്ല. നിങ്ങളുടെ ഹിന്ദുമതത്തിലെ അൺടച്ചബിൾസിനെ പോലെയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം. ഇതാണ് ആദ്യത്തെ ഖണ്ഡിക കത്തിൽ. എന്നിട്ട് ഒരുപാട് വിവേചനങ്ങൾ ഞങ്ങൾ ലോകത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷൻ, ആ വിവേചനത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യം
ഉണ്ടാകണം എന്നുള്ള ആശയത്തിൻ്റെ കൂടെ നിൽക്കണം. പിന്നെ പറഞ്ഞു, നിങ്ങളെപ്പോഴും ഈ മതേതരത്വം, ആഗോള നീതി എന്നൊക്കെ പറയുന്ന ആളാണല്ലോ. ആഗോള നീതി എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവുക എന്നുള്ളതല്ലേ, അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന്. മൂന്നാമത്തെ പോയിന്റ്, ജൂതന്മാരും പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് വേണ്ടി പല സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. 2 രാജ്യം ആകട്ടെ, പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാകണം. നെഹ്റു എന്ത് ചെയ്യുമെന്നറിയോ? 1 മാസം കഴിഞ്ഞിട്ടാണ് ഐൻസ്റ്റീന് കത്തെഴുതുന്നത്, മറുപടി. അത്രയൊക്കെ നെഹ്റു ഐൻസ്റ്റീനെ പരിഗണിച്ചിട്ടുള്ളൂ. നെഹ്റു എന്താണെന്നറിയോ അതിൽ പറഞ്ഞത്? ഈ അയിത്തജാതിക്കാർ എന്ന് പറയുന്ന ആ ഭാഗം തൊടാതെ പുള്ളി പറഞ്ഞു, ലോകത്തെ എല്ലാ പീഡിത വിഭാഗങ്ങൾക്കും നീതി വേണം. പുള്ളി ഈ ഒരു താരതമ്യം നെഹ്റുവിന് ഇഷ്ടപ്പെട്ടില്ല. ലോകത്തിലെ എല്ലാ പീഡിത ജനതയ്ക്കും നീതി വേണം. ഞങ്ങളുടെ ദേശീയ നയങ്ങളിൽ സ്വാർത്ഥരാണ്, സെൽഫിഷാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങൾ നോക്കേണ്ട കാര്യമേ ഉള്ളൂ നെഹ്റു പറഞ്ഞു. എന്താണെന്നറിയോ നെഹ്റു ഉദ്ദേശിച്ചത്? ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണെന്ന്. ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും മുസ്ലിങ്ങളുടെ കൂടെ ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ ദേശീയ താല്പര്യം ഇപ്പോൾ. അതുകൊണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇതാണ് നെഹ്റു പറഞ്ഞത്. സോണിയാഗാന്ധി ഈ കത്തൊന്നും വായിച്ചില്ലേ? ഈ ദുരാഷ്ട്രം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കൂടെ മോദി നിൽക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. ദുരാഷ്ട്രത്തിൻ്റെ കൂടെ നെഹ്റു നിന്നോ? ഇല്ല. ഇസ്രയേലിൻ്റെ കൂടെ നിന്നോ? ഇല്ല. ഇസ്രയേൽ എന്ന് പറയുന്നൊരു രാജ്യം കൂടി വേണ്ടേ സോണിയാഗാന്ധി? ഇല്ലേ? അതെ, ഇസ്രയേലല്ലേ നമ്മുടെ കൂടെ നിന്നത്. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ സോണിയാഗാന്ധിക്ക് അറിയാമോ? ഗോൾഡ മേയർ എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇസ്രയേലിൽ ഉണ്ടായിരുന്നത്. നമ്മളും ഇസ്രയേലും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധവും ഇല്ല. നമുക്ക് അവിടെ എംബസി ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇവിടെയും എംബസി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് 1971 പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ, ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ ഗോൾഡ മേയർ നമുക്ക് ആയുധം അയച്ചു തന്നു പാകിസ്ഥാനെതിരെ പ്രയോഗിക്കാൻ. വിശ്വസിക്കാവുന്ന സുഹൃത്താണ്. ഇന്ദിരാഗാന്ധിക്ക് ഗോൾഡ മേയർ ആയുധം കൊടുത്തത് ഇസ്രയേലിൽ നിന്ന് 1971. അത് ഈ സോണിയാഗാന്ധിക്ക് അറിയില്ലേ? നമുക്കെപ്പോഴും വിശ്വസിക്കാവുന്ന സുഹൃത്ത് ഈ കശ്മീരിൻ്റെ കൂടെ നിൽക്കുന്ന ഖമനീയല്ലെന്നേ. ഒരു മതരാഷ്ട്രവാദിയാ എങ്ങനെയാ നമുക്ക് വിശ്വസിക്കാവുന്നത്? ഇതുപോലെ അല്ലേ? ജിഹാദിൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്? നമ്മൾ ജിഹാദിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ഈ രാജ്യം ഒരുപാട് അനുഭവിച്ചതല്ലേ. ഇവർ വെറുതെ ഒരു മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി വ്യാജ സിദ്ധാന്തം ആണ് ഈ സോണിയാഗാന്ധി ഇറക്കി വിട്ടിരിക്കുന്നത് ഇന്നലെ ലേഖനമായിട്ട്. നെഹ്റു മറ്റേ ഇസ്രയേലിൻ്റെ കൂടെ നിന്നില്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടും ചരിത്രമാണ്. ഈ പലസ്തീൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന് വാശി പിടിച്ചു. ഇപ്പം നമ്മൾ ശരിയായ നിലപാടെടുത്തിരിക്കുന്നു. ഇന്ത്യ, നമ്മൾ ഇസ്രയേലിൻ്റെ കൂടെയാണ്. ഇതിനു മുമ്പും നമ്മൾ ആ നിലപാടെടുത്തിട്ടുണ്ടല്ലോ. മുമ്പത്തെ ഈ അഴകുഴമ്പൻ നയം ഒക്കെ ഉണ്ടല്ലോ. ഇസ്രയേലിൽ ഞാൻ ജസ്വന്ത് സിംഗിൻ്റെ കൂടെ പോയിട്ടുണ്ട്. വാജ്പേയിയുടെയൊക്കെ മന്ത്രിസഭയുടെ കാലത്ത് പലസ്തീനെയൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൂടി കൃത്യതയുണ്ട്, നമുക്ക് വ്യക്തതയുണ്ട്. ഇസ്രയേലാണ് നമ്മുടെ സുഹൃത്ത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ചരിത്രത്തിൽ കൂടി ഒന്ന് തലപൂഴ്ത്തുന്നത് നന്നായിരിക്കും സോണിയാഗാന്ധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.